ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ 100-350 ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എഞ്ചിനിൽ തന്നെ തുടങ്ങാം. ഒരു 349cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. നോ അതർ കൂളിംഗ്, അതായത് ഒരു ഓയിൽ കൂളറോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു വലിയൊരു 349cc. അപ്പോൾ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുമ്പം ഓൾറെഡി മിറ്റിയോർ 350 നമ്മളെല്ലാം കണ്ടിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. ബട്ട് നമുക്കത് ഫുള്ളി ഡിഫറെൻ്റ് ആണ്. അതായത് ഫുള്ളി ഡിഫറെൻറ്റ് ട്യൂണും നമ്മുടെ മിറ്റിയോർ 350 വന്നതുപോലത്തെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബട്ട് ഫുള്ളി ഡിഫറെൻ്റ് ആണ്. നമ്മളത് ഓടിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ ഒരു 20 bhp അറ്റ് 6100 RPM അതുപോലെ തന്നെ ഒരു 24 Nm ടോർക്ക് അറ്റ് 4000 RPM ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു എയർലി ടോർക്ക് എല്ലാം റോയൽ എൻഫീൽഡ് പോലെ തന്നെ ഒരു നേരത്തെ തന്നെ ടോർക്ക് ഹിറ്റാവുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫോൺ വെച്ച് നോക്കാം. ഓക്കെ, ഒരു 155 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് നോർമൽ രീതിയിൽ, അതായത് നോർമൽ ബൈക്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുറവാണ്. സ്റ്റിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ള വഴിയാണിത്. ഇവിടെ നിന്നും എനിക്ക് ബോട്ടം ഔട്ടോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, അടിയിടിക്കോ ഒന്നും പ്രശ്നം പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമല്ല. ഓക്കെ, ഇത്രയും കുറവാണെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അടുത്ത് നമുക്ക് ഫ്രണ്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കുള്ള വണ്ടിയാണ്. കാരണം എനിക്ക് മിറർ വെച്ചിട്ട് ഓടിക്കുന്ന അത്ര ഇതായിട്ട് തോന്നിയില്ല. ബട്ട് മിററില്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ബാറിൻ്റെ മിറർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പിക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളതൊന്ന് നോക്കിയാൽ. അപ്പോൾ ഫ്രണ്ടിലോട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 17 ഇഞ്ച് അലോയ് വരുന്നുണ്ട്. രണ്ട് ഓടുന്നത് 17 ഇഞ്ച് അലോയിൽ തന്നെയാണ് വരുന്നത്. 17 ഇഞ്ച് അലോയ് വരുന്നുണ്ട്. അതിലൊരു 100 സെക്ഷൻ ടയറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബ്രയുടെ ഒരു ട്വിൻ പിസ്റ്റൺ കാലിപ്പറിൻ്റെ റോട്ടറും കൊടുത്തിട്ടുണ്ട്. ബൈബ്ര തന്നെയാണ്, കാരണം ലോഗോ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബൈബ്ര തന്നെയാണ് വന്നിട്ടുള്ളത്. മമ്മിൻ്റെ ഒരു ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്നത് സിയറ്റിൻ്റെ ഒരു ടയേഴ്സാണ് വന്നിരിക്കുന്നത്. കുഞ്ഞി ട്രാവൽ ഉള്ള ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ, മീൻസ് ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. ഇത് ട്രാവൽ ചെയ്യുന്നത് വീണ്ടും കുറവാണ്. അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ എല്ലാം ഇതിലുള്ള ബൾബുകളെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ LED അല്ല വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇറങ്ങുന്നതായാലും LED അല്ല വന്നിട്ടുള്ളത്. ഹാലജൻ ബൾബാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് ഹാലജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛവും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അതിന് അത്യാവശ്യം അതിൻ്റെ ഒരു പണി അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രകാശമുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. പുതിയ വേരിയൻറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മിറ്റിയോർ 350 വന്നതുപോലത്തെ പുതിയ വണ്ടികളിൽ വന്ന പോലത്തെ LED ലൈറ്റ് വന്നെന്ന് തോന്നുന്നു. സ്റ്റിൽ അതിനെക്കാട്ടും എനിക്ക് ഹാലജനാണ് കൂടുതൽ ലുക്കായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പം ഫ്രണ്ടിൽ വലിയ ഒയേഴ്സ് ഒന്നും അങ്ങനെ പ്രൊജക്റ്റഡ് ആണെന്ന് തോന്നി. അതായത് ഫ്രണ്ടിൽ നിന്ന് ലുക്കിൽ, കാരണം ഓൾറെഡി അവിടെ നമുക്ക് എല്ലാ ഗ്യാപ്പൊക്കെ കാണാമെങ്കിൽ ഒയേഴ്സ് ഒന്നും പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ആ കൂടി ഒരു ആക്സിലേറ്റർ കേബിൾ മാത്രം പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അത് നൈസായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് മീറ്ററിൻ്റെ ഒയേഴ്സ് ആയാലും എല്ലാം കറക്റ്റ് ഒരു പക്ക ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുമ്പം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ വീൽ വൈസ് കുറഞ്ഞൊരു വണ്ടിയാണ്. നമ്മളപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയാം. അടുത്ത് നമുക്ക് പുറകിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം 17 ഇഞ്ച് അലോയാണ് വരുന്നുള്ളത്. അതുപോലെ തന്നെ ഒരു 153 mm കാലിപ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 153 എന്ന് പറയുമ്പോൾ ഞാൻ വെച്ച് ചെറുതായിരിക്കുമെന്ന്. ബട്ട് അത്യാവശ്യം നല്ലൊരു വലിയൊരു കാലിപ്പറുണ്ട്. കാരണം വലുതെന്ന് പറയാൻ കാരണം 17 ഇഞ്ച് അലോയുമായിട്ട് മാച്ചായി നിൽക്കുന്ന ഒരു ഫുൾ കവറായിട്ട് വരുന്ന സ്കീമിലുള്ള ഒരു ഡിസ്കാർട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ പുറകിൽ 2 സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ഏതാണ്ട് 2 ഒരേപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെ കോർണറിങ് കംഫർട്ടും അതെല്ലാം നമുക്ക് പറയുമ്പോൾ പറയാം. പുറകിലൊരു 140 സെക്ഷൻ്റെ ടയറും വരുന്നുണ്ട്. അടുത്ത് നമുക്ക് പുറകിൽ വന്നു കഴിഞ്ഞാൽ പുറകിലും അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത് എല്ലാം ഹാലജന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പം. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ കുറേ നമ്മൾ അത്യാവശ്യം ലോങ് ഓടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അടുത്ത വണ്ടിയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവിടെ നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കയറുന്നതിന് മുമ്പ് നമുക്ക് സീറ്റിലോട്ട് നോക്കാം. സീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പില്യൺ നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ ഒരു സോളോ റൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു സീറ്റാണുള്ളത്. അതായത് വലിയൊരു സീറ്റാണ് വന്നിട്ടുള്ളത്. അത് റൈഡറിനാണെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പാറ്റേൺ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു കുറച്ച് പൊന്തിയിട്ടാണ് നമ്മൾ പില്യൻ്റെ സീറ്റ് വരുന്നത്. പില്യൻ്റെ സീറ്റ് അത്യാവശ്യം കംഫർട്ടൊക്കെയാണ്, നമുക്ക് ഇരിക്കാൻ കംഫർട്ടൊക്കെ തന്നെയാണ്. ബട്ട് ലോങ് റൈഡ് പോകുമ്പം, അതല്ലെങ്കിൽ ഇപ്പോൾ റൈഡർ സീറ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ലോങ് റൈഡ് പോകുമ്പം അത്യാവശ്യം നല്ലൊരു ബട്ടക്സ് വാൻ എടുക്കുന്ന ഒരു സ്കീമുണ്ട്. അതുപോലെ തന്നെ പുറകിലൊരു ഗ്രാബ് കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ 3 വേരിയൻ്റാണ് വരുന്നത്.
ഈ 3ൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് റെട്രോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെന്ന് പറയുമ്പം അതിന് പുറകിൽ ഡിസ്ക് അല്ല വരുന്നത്, ഡ്രം ബ്രേക്കും അതുപോലെ തന്നെ സ്പോക്സ് ആണ് വരുന്നത്. അത് പിന്നെ മീറ്ററിലാണ് അതിൽ ആ കൂടി ചേഞ്ച് വന്നിട്ടുള്ളത്. അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഇതാണ് എടുക്കുന്നതാണ് കൊള്ളാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഇതിനെന്ന് പറയുമ്പോൾ ഡ്യുവൽ ചാനൽ ABS ഒക്കെ വരുന്നുണ്ട്. ഈ ഗ്രാബ് എന്ന് പറയുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വണ്ടിയുടെ കൂടെ ചേർന്ന് പോകുന്ന ടൈപ്പ് ഒരു ഗ്രാബാണ്. ചില വണ്ടികളിൽ നമുക്ക് കണ്ടറിയാം കമ്പി പോലെ, മീൻസ് എക്സ്ട്രാ ഒരു അതായത് ആ വണ്ടിയിൽ നിന്നല്ല വേറൊരു വണ്ടിയിലുള്ള പോലെ വച്ചിരിക്കുന്നത് പോലെയാണ് തോന്നാറ്. അതുപോലെ തന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാരി ഗാർഡ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടികളെ പോലെ അതിന് വേണ്ടി ചെയ്തതല്ലാത്തതല്ല, മീൻസ് അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു ടൈപ്പ് സാരി ഗാർഡ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് കയറി നോക്കാം. കയറി ഇരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ വെയിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പം 177 കിലോയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം മാനേജബിൾ ആണ്. ഇപ്പം മാനേജബിൾ ആണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന, അതായത് റൈഡർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ട്രാഫിക്കിൽ നിന്ന് പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. അത് നമുക്ക് ഓടിക്കാൻ പറയാം, പെട്ടെന്ന് ടേണൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഇതിൽ തന്നെ സ്വിച്ച് ഗേഴ്സിലോട്ട് നോക്കാം. ഇവിടെ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഐ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റർ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, നമുക്ക് മീറ്റർ ഓൺ ആക്കി നോക്കാം. ഇവിടെ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡിൻ്റെ സ്വിച്ച് ഗേഴ്സൊക്കെയാണ് വരുന്നത്. അതായത് ആദ്യം തന്നെ ഇവിടെ ഒരു പാസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ഇതിൻ്റെ രണ്ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇഗ്നീഷൻ, കിൽ സ്വിച്ച്, അങ്ങനെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഒരു ഹസാർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ് വേരിയൻറ്റിന് ഈ ഹസാർഡൊന്നും കിട്ടത്തില്ല, അതിന് സ്വിച്ച് ഗേഴ്സും വ്യത്യാസമാണ്. അതുപോലെ തന്നെ നമുക്ക് മീറ്റർ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ട്രിപ്പ് F ആണ്. നമുക്ക് ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് നമ്മുടെ ഈ ബേസിക് മീറ്റർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ടോട്ടൽ കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് F. അതുപോലെ തന്നെ ഈ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്യൂൽ ഗേജും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് വാർണിംഗ് ലൈറ്റ്സ് എല്ലാം കാണിച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് നോക്കാം. അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി ഒരു കുഞ്ഞു വണ്ടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ഹൈറ്റ് കുറഞ്ഞവർക്ക് പറ്റുമോ നോക്കാൻ പറ്റത്തില്ല, ഹൈറ്റ് കൂടിയവർക്ക് പറ്റുമെന്നേ നമുക്ക് നോക്കാൻ പറ്റൂ. ഓക്കെ, എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 165 ആണ്. അപ്പോൾ എനിക്കെന്ന് പറയുമ്പം ഇതൊരു എനിക്ക് മീൻസ് ഷൂട്ടായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ചില വണ്ടിയിൽ കയറുമ്പോൾ നമുക്ക് ഹാൻഡിൽ മീൻസ് കാല് തട്ടുന്ന സ്കീമോ അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ച് പുറകിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പുറകിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, അതായത് സീറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു വൈഡാണെന്ന്, അപ്പോൾ വീണ്ടും നമുക്ക് ലെഗ് സ്പേസ് ഉണ്ട്, നമുക്ക് ഹഗ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റും. ടാങ്കിൻ്റെ ഡിസൈനും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കർവ് വരുന്നിടത്ത് തന്നെ നമുക്ക് കാല് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കും, ഈ ഒരു സൈഡിലിരിക്കാം, കുറച്ചും കൂടി ഒന്ന് പുറകിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ റൈഡർ ഇരിക്കുന്നതിൻ്റെ താഴെ തന്നെയാണ് ഇതിൻ്റെ ഫുഡ് പഗിൻ്റെ ഡിസൈനും വന്നിട്ടുള്ളത്. അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഹൈറ്റ് ഉള്ളവർക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ എന്നാൽ ഇതാണ് നമ്മുടെ നോർമൽ ഇരിക്കുന്ന ഇതെങ്കിൽ ഒന്ന് പൊടിക്ക് ഫ്രണ്ടിലാണ്. അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാറാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമാണ്. ട്രാഫിക്കിൽ കൂടി പോകുമ്പോൾ പെട്ടെന്ന് ടേൺസ് ഒക്കെ എടുക്കാൻ വേണ്ടി, ക്വിക്ക് ടേൺസ് ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല എളുപ്പമുള്ള ഒരു ഹാൻഡിൽ ബാറാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. എനിക്കിതിൽ ആ കൂടി വെയിറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിഷയം വന്നേ, ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ ചരിഞ്ഞ് കഴിഞ്ഞാൽ റൈഡർ ഇരിക്കുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകണ പോലെ എനിക്ക് തോന്നി. അത് എല്ലാവർക്കും തോന്നുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മീൻസ് എനിക്ക് അത് പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നി. അതായത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വളവ് ടേൺ എടുക്കുമ്പോൾ ടേണിംഗ് ഒക്കെ കിടിലോട്ട് എടുക്കാൻ പറ്റും, ടേണിങ് വളഞ്ഞു വരും. സ്ലോ ആയിട്ട് ടേൺ എടുക്കുമ്പോൾ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പോകില്ലേ. അപ്പം നമുക്ക് നോർമൽ വണ്ടിയാണെങ്കിൽ എന്താ, രണ്ട് സൈഡിലൊക്കെ ആയിരിക്കും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. ബട്ട് ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ താഴെയാണ് വെയിറ്റ് വരുന്നത്. അത് റൈഡർ ഇരിക്കുന്നതിൻ്റെ താഴെ തന്നെയാണ് വെയിറ്റ് വരുന്നത്. സോ പെട്ടെന്ന് പോവും, ബട്ട് എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് തന്നെയാണ് വരുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ വയറിംഗ് ആയാലും ഹാർനസ് ഒക്കെ വെച്ചിട്ട് അകത്താണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹിമാലയൻ 450 കണ്ടതുപോലെ കുറേ വയേഴ്സ് പ്രൊജക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയിലെന്ന് പറയുമ്പോൾ ആ ഒരു വയർ മാനേജ്മെൻ്റ് ഒക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പക്കയായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇതുവഴിയൊക്കെ. അതൊരു കാര്യം കാണിച്ചു തരാം. അത് റോയൽ എൻഫീൽഡുകാർക്ക് അറിയാവോ, മീൻസ് ഓണേഴ്സിന് അറിയാവോ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ടൂൾ കിറ്റ് ഉണ്ട്. ടൂൾ കിറ്റ് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ടൂൾ കിറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ഈ ഒരു കീ എടുത്തിട്ട് ഈ ഒരു പീസ് ഇളക്കി എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വയറിങ് എല്ലാം കാണാൻ പറ്റും. ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മുടെ അതവിടെ വെച്ചോട്ടെ. അടുത്ത് നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിലിവിടെ ഒരു ലിവറുണ്ട്. ഈ ഒരു ലിവർ പിടിച്ച് വലിക്കണം. നിങ്ങൾ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സീറ്റ് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ സീറ്റ് ഇളക്കിയെടുത്തിട്ട് ഇത് ഇവിടെയാണ് വയറിങ് കിട്ടിയിരിക്കുന്നത്. അത് കാരണം റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്ന, അതായത് ഹണ്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്ത് തിരിച്ചു വയ്ക്കാൻ പേടിയാണെങ്കിൽ സ്വന്തം വണ്ടിയാണ് കുത്തിക്കയറ്റി വെച്ചാൽ മതി. ഓക്കെ, അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവിടെ ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ടൂൾ കിറ്റ് ഉണ്ട്, നിങ്ങൾ ആരും മറന്നു പോകരുത്, നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു മെയിൻ കാരണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഒരു കുഞ്ഞി ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ താഴെ തന്നെ ഒരു കുഞ്ഞ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ അപ്ഡേറ്റ് ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ നാവിഗേഷൻ സിസ്റ്റം, ഒരു കുഞ്ഞ് നാവിഗേഷൻ സിസ്റ്റം വരും, അതും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 9,000 രൂപ എന്താണ് ആ ഒരു സിസ്റ്റത്തിന് വരുന്നത്. അതിലെന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഇവിടെ ഒരു നമ്മുടെ പില്ലിയൻ്റെ കാല് എക്സോസ്റ്റിൽ വന്ന് മുട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് പീസൊക്കെ കൊടുത്ത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിൽ അതൊരു വെൽഡിങ് പീസ് പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് യൂസ് ഉണ്ട്. അതായത് കാല് വയ്ക്കുമ്പോൾ ഇതിൻ്റെ പുറത്തായി ഉരുകത്തില്ല എന്ന് പറയാൻ കാരണം ഇത് അത്യാവശ്യം എക്സോസ്റ്റ് നല്ലൊരു സ്പോട്ടി എക്സോസ്റ്റാണ്. അതായത് ഒരു കുഞ്ഞ് ഷോർട്ട് പൈപ്പ് എക്സോസ്റ്റാണ്. ഇത് മുതലാണ് നമ്മുടെ എക്സോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് ഇഷ്ടംപോലെ സ്ലിപ്പ് ഓൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾറെഡി ഇതൊരു ലൗഡ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല തമ്പുള്ള ഒരു എക്സോസ്റ്റ് ഉള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇതിൻ്റെ അകത്ത് എക്സോസ്റ്റ് കയറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ്, നിങ്ങൾക്ക് മറ്റേ തീം പുകയൊക്കെ വേണമെങ്കിൽ വെച്ചാൽ മതി. നോർമലി ഇത് തന്നെ തീം പുകയൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അടുത്ത നമുക്കിതിൻ്റെ എക്സോസ് സൗണ്ടെന്ന് കേട്ടോക്കാം. ഇതാണ് ഇതിൻ്റെ എക്സോസ് സൗണ്ട് എന്ന് പറയുമ്പോൾ. അത്യാവശ്യം നല്ലത് തമ്പുള്ളൊരു എക്സോസ്റ്റാണ്. തമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ദേ വരുന്ന ഒരുത്തനെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ സ്കീമിലുള്ള നമ്മുടെ CB350 RS കണ്ട പോലത്തെയൊക്കെ ആ ഒരു എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് എടുത്തോക്കാം. ഓക്കെ, അത്യാവശ്യം ഓഫ് റോഡിലാണ് നമ്മൾ നിന്നത്. അപ്പം ഈ ഒരു ടെറൈനൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. ആകെ കൂടി എല്ലാ വൈബ്രേഷനും നമ്മളെ കയ്യിലറിയാൻ, അത്യാവശ്യം വൈബ്രേഷൻസ് നമുക്ക് കയ്യിലറിയാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വണ്ടി ഒന്ന് 0 to 60 വലിപ്പിച്ചെടുത്ത് നോക്കാം. 0 to 60 ആണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ, അപ്പോൾ ഇപ്പോൾ നിങ്ങളിതിൻ്റെ ഒരു ആക്സിലറേഷൻ കണ്ടു കാണുമല്ലോ. അതായത് അത് എങ്ങനെയാണ് അതിൻ്റെ പുള്ളിങ്ങും എല്ലാം. അതായത് നോർമൽ ഒരു റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ക്ലാസിക്കൊക്കെ എനിക്ക് ഇത്രയും ഒരു കംഫർട്ടിൽ അല്ലെങ്കിൽ ഇത്രയും സ്പീഡിൽ കയറാൻ പറ്റുമെന്നോ എനിക്കൊന്നും ഇതുവരെ അതിൽ കയറിയിട്ടില്ല. ആ ഒരു വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇതൊരു Meteor 350യുടെ എഞ്ചിനാണ്. മീൻസ് അതിൻ്റെ കുറേ ക്യാരക്ടറൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ബട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. തേർഡ് ഗിയറിലാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പവർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പവർ ബാൻഡ് ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു തേർഡ് ഗിയറിലാണ്. ഓക്കെ, കോർണർ ചെയ്യാൻ ലേശം മടിയുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തേർഡ് ഗിയറിൻ്റെ കാര്യം പറഞ്ഞില്ല. തേർഡ് ഗിയറിൽ അത്യാവശ്യം നല്ലൊരു ഒരു പവറുള്ള ഒരു പുഷ് കിട്ടുന്നുണ്ട് തേർഡ് ഗിയറിൻ്റെ അകത്ത്. ബാക്കിയെല്ലാ ഒരു ഗിയർ എന്ന് പറയുമ്പോൾ ഒരു ക്ലൈംബിംഗ് ഗിയേഴ്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു 4th ഗിയർ ആയാലും 5th ഗിയർ ആയാലും ജസ്റ്റ് ഒരു 4th ഗിയറിൽ പവർ ഉണ്ട്, ബട്ട് 5th ഗിയറിൽ അങ്ങനെ ഒരു സാധനമില്ല. 5th ഗിയർ ജസ്റ്റ് ക്ലൈംബ്, നമ്മൾ എത്ര കയറിയോ അതിലിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അതിലുള്ളത്. സസ്പെൻഷൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു ബംപ്സൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും. അത് സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഹാർഡ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. എനിക്ക് പുറകെ വലിയ ഫീൽ ആവുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നിന്നുള്ള ഈ കുഞ്ഞു പോട്ട് ഹോൾസിലൊക്കെ കയറുമ്പോഴാണ്. പക്ഷേ അത് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സഡനായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരിടത്ത് നിന്നിട്ട് ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പമ്മൽ, അതൊന്നുമില്ല. പെട്ടെന്ന് കയറിയൊക്കെ പോകാൻ പറ്റും. ട്രാഫിക്കിൽ അതൊക്കെ പെട്ടെന്ന് എടുത്ത് പോകാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഫ്ലിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേണമെങ്കിൽ ഒരു ഇത് കാണിച്ചാൽ ഇങ്ങനെയൊന്നും ചെയ്ത് കളയല്. ഈ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വേണമെങ്കിൽ രണ്ടിലും കോർണർ ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് സഡൻ മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി നൈസാണ്. ബട്ട് കോർണറിങ്ങിൻ്റെ ഇതിൽ വരുമ്പം ലേശം ശോകമാണ്. കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത് കറക്റ്റ് ഇവിടെയാണ്. അപ്പോൾ കോർണർ ചെയ്തെടുക്കുക ഒരു ചെറിയൊരു ടാസ്ക് ഉള്ള പരിപാടിയാണ്. ഇതിലൊരു കോർണർ നമുക്ക് എടുക്കാൻ പറ്റും, ബട്ട് നോർമലി ഒരു കോർണർ എടുക്കുന്ന രീതിയിൽ നമുക്ക് ഒരു കംഫർട്ട് കിട്ടത്തില്ല. എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾ വന്ന് നിങ്ങൾ പെട്ടെന്ന് വെട്ടിച്ചെടുക്കുന്നു. ഇതൊക്കെ ഭയങ്കര ഈസിയാണ് ഈ ഒരു വണ്ടിയിൽ. നോർമൽ രീതിയിൽ മറ്റേ RC390 നമുക്ക് RC ആയിട്ടല്ല, ഇപ്പോൾ ഡ്യൂക്ക് കോർണർ ചെയ്യുമ്പോലെയോ ആ ഒരു രീതിയിൽ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നോർമൽ രീതിയിൽ കോർണർ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് കോർണറിലോട്ട് കയറുന്നതും ഇറങ്ങുന്നതും പെട്ടെന്ന് എടുക്കാൻ പറ്റും. സ്റ്റിൽ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ല. ഇതിലായാലും അത്യാവശ്യം നിങ്ങൾക്ക് കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനത്തെ കോർണറൊക്കെ എടുക്കാൻ പറ്റും. ബ്രേക്കിംഗ് സിസ്റ്റം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻസ് ഫ്രണ്ട് ബ്രേക്ക് വെച്ച് തന്നെ നമുക്കിവിടെ നിർത്താൻ പറ്റും. നിങ്ങളാരും ഇങ്ങനത്തെ റോഡിൽ 90 കയറാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം.
ഇങ്ങനത്തെ റോഡ് നമുക്ക് ഒരു നോർമൽ രീതിയിലുള്ള സ്പീഡ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതായത് ഒരു സേഫ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു 60 ആണ് നമ്മളെ കേരള നിയമപ്രകാരം. സോ എല്ലാവരും അതിൽ തന്നെ ഓടിക്കാൻ നോക്കുക. ഒരു 60-80 കിലോമീറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രം വെച്ച് നടത്താം. എനിക്ക് റിയർ ബ്രേക്ക് ഭയങ്കര എന്താ ഒരു സോഫ്റ്റ് ബ്രേക്കായിട്ട് തോന്നി. എനിക്ക് ഈ ഒരു വണ്ടിയുടെ മാത്രമാണോന്ന് അറിയില്ല, ഈ ഒരു വണ്ടിയിൽ എനിക്ക് പിടിച്ചിട്ട് പുറകു ബ്രേക്ക് ഭയങ്കര ഒരു എന്താ ഒരു സോഫ്റ്റായിട്ടാണ് തോന്നിയത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇടയിലായിട്ട്, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന 100-ന് അല്ലെങ്കിൽ പഴയ ഒരു 100-ന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അതായത് പുറകിലത്തെ ബ്രേക്ക് പേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിക്ക് അങ്ങനെ ഫേസ് ചെയ്തായിരുന്നു. പുറകിലത്തെ ബ്രേക്ക് പേഡ് ചേഞ്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ സ്പേസറിന് എന്തോ ഇഷ്യൂ ഉണ്ട്. അതായത് പുറകിലത്തെ സ്പേസർ എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ കുറേ വണ്ടികൾ ഇപ്പോൾ ഇങ്ങനെ സർവീസിൽ വരണുണ്ട്, സർവീസ് സെൻറ്ററിൽ വരണുണ്ട്. അത് നോ കോസ്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തു തരുന്നതാണ്, ഷോറൂം വരെ തന്നെ ചെയ്തു തരുന്നതാണ്. ഈ ഒരു വണ്ടിക്ക് പർട്ടിക്കുലറായിട്ട് കുറച്ച് ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടിക്ക് അവർ പറഞ്ഞു ഡിസ്ക് മാറണമെന്ന് പറഞ്ഞു. ഡിസ്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല, സ്പേസറാണ് കംപ്ലൈൻറ്റ്. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത് നിങ്ങൾക്ക് ആ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകു ബ്രേക്കിൽ നിങ്ങൾ സൗണ്ട് കേൾക്കും. മെയിൻലി ഇഷ്യൂ വരുന്നത് പുതിയ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ കിരി എന്ന് പറഞ്ഞിട്ട് സൗണ്ട്, മീൻസ് സ്ക്രാച്ച് ആവുന്ന സൗണ്ട് കേട്ടോണ്ടിരിക്കും. ആ ഒരു സൗണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞാൽ ഈ സ്പേസറിൻ്റെ ഇഷ്യൂ പറഞ്ഞത്. അത് പുതിയ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ട് ഇടുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുക. അത് ആ ഒരു സ്പേസറിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. അത് റിയറിൽ ഒരു സ്പേസർ ഉണ്ട്, അതിൻ്റെ ഇഷ്യൂ കാരണമാണ് അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഡിസ്ക് ഒന്നും മാറാൻ നിൽക്കണ്ട. പിന്നെ ആ സൗണ്ട് വന്നു തുടങ്ങിയാൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകുക. സൗണ്ട് ഇട്ട് ഓടിച്ച് കുറേ ആകുമ്പോഴാണ് ചിലപ്പോൾ നമ്മളതിൽ എന്താ ഒരു മിനിറ്റ് കുറേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കിൽ സ്ക്രാച്ചസ് വരും. അതിനൊരു 1000 അല്ലെങ്കിൽ 2000 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരണുണ്ട്. അത് നിങ്ങൾ ഒന്ന് നോക്കുക. അത് ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതിൻ്റെ വിൻ ബ്ലാസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. മീൻസ് കാരണം ഇതൊരു നേക്കഡ് ആണ്, എന്നിട്ട് പിന്നെ ഒരു ക്ലാസിക്കാണ്. വിൻ ബ്ലാസ്റ്റ് അത്യാവശ്യം അടിക്കുന്നുണ്ട്. നമുക്ക് വലിയൊരു ഇറിറ്റേറ്റിംഗ് അല്ല, സ്റ്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരുമാതിരി സൗണ്ട് കേൾക്കായിരിക്കും. കാരണം ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇവിടെ നിന്ന് വിൻ ബ്ലാസ്റ്റ് അടിച്ച് ഹെൽമെറ്റിൽ അകത്തുകൂടി കയറുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കായിരിക്കും ചിലപ്പോൾ. അടുത്തതിൻ്റെ ക്ലച്ച് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ, ക്ലച്ച് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളൊരു ക്ലച്ചാണ് വന്നിട്ടുള്ളത്. എനിക്കിത് അത്യാവശ്യം ഹാർഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മീൻസ് ട്രാഫിക്കിൽ നമ്മൾ നിന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ആ അത്രയും കംഫർട്ടുള്ളതായിട്ടൊരു ക്ലച്ചായിട്ടല്ല എനിക്ക് തോന്നിയത്. അത്യാവശ്യം ഹാർഡ് ക്ലച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഗിയർ ബോക്സും അതേപോലെ ക്രിസ്പായിട്ടുള്ള ഗിയർ ബോക്സാണ്. നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത് CV350 കണ്ട പോലത്തെ ഒരു ഗിയർ ബോക്സ് ആയിട്ടാണ്. മീൻസ് CV350 മറ്റേ പെട്ടെന്ന് പോയി ഇങ്ങനെ വീഴും, സ്ലൈഡ് ചെയ്ത് വീണ്ടുന്നെങ്കിൽ ഇത് നമുക്ക് ഇടുമ്പോൾ ഏത് ഗിയറിലാണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. എസ്പെഷ്യലി ആ 3rd ഗിയറിൽ വരുമ്പോൾ നമുക്ക് മെയിൻലി ആ 3rd ഗിയറിൽ വരുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും അത് 3rd ഗിയർ ആണെന്ന്. അത് അറിയിച്ചിട്ടേ അത് മാറ്റും. അത്രയും ഒരു എന്താ നല്ലൊരു ഗിയറാണ് വന്നിട്ടുള്ളത്. മീൻസ് അത്രയ്ക്ക് ക്രിസ്പായിട്ടുള്ള ഒരു ഗിയറാണ് ആ ഒരു ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്, 6 സ്പീഡ് വന്നിട്ടില്ല. ഫ്യൂച്ചർ ജനറേഷനിൽ ചിലപ്പോൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കും. റോയൽ എൻഫീൽഡ് ഇപ്പോൾ ഓരോ പുതിയ പേരുകളും പുതിയ ഇതുമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം തന്നെ ഗോവൻ ഇറങ്ങി, അതുപോലെ ബെയർ 650 ഇറങ്ങിയിട്ടുണ്ട്. 2 വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വണ്ടികൾ വരുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു 13 ലിറ്റർ ടാങ്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊരു നോർമൽ രീതിയിൽ 5th ഗിയർ ഇട്ട് നോർമൽ ക്രൂസിങ് സ്പീഡൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഇങ്ങനത്തെ റോഡാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 38-40 എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ മിറ്റിയോർ കുറച്ച് ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, മിറ്റിയോർ 350. അപ്പോൾ അതിനെനിക്കൊരു 38-35 ആ റേഞ്ചൊക്കെ കിട്ടി. ഇത് അതിനും വീണ്ടും വെയിറ്റും കുറവാണ് ഈ ഒരു വണ്ടി. ഇതിൻ്റെ വെയിറ്റ് എല്ലാം ഞാൻ ഇവിടെ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ടാവാം. നോർമൽ രീതിയിൽ കൈ കൊടുക്കാണ്ട് ഓടിക്കുമ്പോൾ ഇതില്ലാത്തൊരു എക്കോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ വരും മീറ്ററിൽ, ഇത് വരും. അതിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്നൊക്കെയാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. ബട്ട് സ്റ്റിൽ എങ്ങനെയൊക്കെ നിങ്ങൾ കൈ കൊടുത്ത് ഓടിച്ചാലും എനിക്കൊരു 35+ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇതൊരു ഓവറോൾ പാക്കേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോളേജിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറയുമല്ലോ, നമ്മൾ മെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിനെയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരെ. എന്തായാലും ഇത് നിങ്ങൾക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കായിട്ട് തന്നെ മീൻസ് എടുക്കാം. കാരണം വലിയ മാസീവ് പവറൊന്നുമില്ല. സ്റ്റിൽ നിങ്ങൾക്ക് എല്ലാം ഇങ്ങനത്തെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയാണ്. മിറർ അത്യാവശ്യം നമുക്ക് വിസിബിലിറ്റി തരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ആടിക്കളിക്കുന്ന ഒരു ടൈപ്പാണ്. മീൻസ് അത്രയും മാത്രമേ എനിക്ക് വൈബ്രേഷനിൽ തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് ടോപ്പ് എൻ്റെ എടുത്തപ്പോഴോ അല്ലെങ്കിൽ ടോപ്പ് സ്പീഡ് ചെയ്തപ്പോഴോ വൈബ്രേഷൻസ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാനില്ല. സ്റ്റിൽ അതൊരു നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ്രേഷൻസ് തന്നെയാണ്. ഹാൻഡിൽ ബാറിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ.
ഇങ്ങനത്തെ കോർണേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എടുക്കാൻ പറ്റുന്നവരുണ്ടാവും, എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. സ്റ്റിൽ അങ്ങനത്തെ കോർണറിൽ നമുക്ക് അത്ര കംഫർട്ടില്ല. മിറേഴ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മിറേഴ്സ് അത്യാവശ്യം നമുക്ക് വിസിബിലിറ്റി തരുന്നുണ്ട്, രണ്ട് സൈഡും കാണാൻ പറ്റും. മീൻസ് ബോഡി അല്ല മുക്കാലും കാണുന്ന, രണ്ട് സൈഡും അത്യാവശ്യം വിസിബിലിറ്റി ഉള്ളതാണ്. വൈബ്രേഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വലിയ ഒരു ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്കിത് കാണുമ്പോൾ ഇതൊരു കുഞ്ഞു വണ്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുട്ടി വണ്ടിയാണ്, മീൻസ് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു കുട്ടി വണ്ടിയായിട്ട് തോന്നും. അപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് നോക്കും, എന്താ മീൻസ് ഈ വണ്ടി പെട്ടെന്ന് നോക്കും. പിന്നെ ഈ എക്സോസ് നോട്ടും കൂടി ആകുമ്പോൾ പെട്ടെന്നൊരു ഐ ക്യാച്ചി ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ എന്താ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ, അതായത് കൺവിൻസിങ് സ്റ്റാർ ദ റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുന്ന പോലെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ കുറേ ആക്സസറീസ് വരുന്നുണ്ട്. അതായത് ഹാൻഡിൽ ബാറൊക്കെ മാറ്റിയിട്ട് കഫേ പോലെയൊക്കെ ആക്കുന്നവരുണ്ട്. കഫേയൊക്കെ വേണമെങ്കിൽ ആക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ലുക്ക് ഉണ്ടാവുമെന്നേ ഉള്ളൂ. കംഫർട്ട് എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടി പോവില്ലെങ്കിലും ലുക്ക് ഉണ്ടാവും. പിന്നെ എനിക്കിതിൽ ചിലവരുടെ മോഡിഫിക്കേഷൻസിൽ കുഞ്ഞ് ഇൻഡിക്കേറ്റേഴ്സ് വയ്ക്കും. ഈ ഒരു 2 ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് കുഞ്ഞ് ഇൻഡിക്കേറ്റർ വയ്ക്കും. നല്ല ലുക്കൊക്കെ ഉണ്ട്, പോലീസ് പിടിക്കാണ്ട് നോക്കിയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. നിങ്ങളെല്ലാം പണിയാണ്, ഇത് പണിയാൻ പറ്റിയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറേ അത്യാവശ്യം ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഞാനിവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ടാവാം. എനിക്കിതിൻ്റെ നെഗറ്റീവ് പറയാൻ തക്ക നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആയാലും ഇതിൻ്റെ ഒരു സ്പെക്കായാലും ഇത് അഫോർഡബിൾ ആണ്. മീൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോഴേ നമുക്കിതിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇതൊരു 2 ലക്ഷം രൂപയ്ക്കകത്താണ് വരുന്നത്. ഈ ഒരു പെയിൻറ്റ് സ്കീമിൽ എനിക്ക് തോന്നുന്നു ഡിഫറൻസ് ഉണ്ടാവും. ഞാനത് കറക്റ്റ് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഏതെങ്കിലും ഒരു ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളതിൽ ഒന്ന് ചോദിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോഴുള്ളത് ഓക്കെ. എനിക്കിതിൻ്റെ നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു. നെഗറ്റീവ് സൈഡായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു വണ്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുവിധം എല്ലാ സ്പെക്ക് തന്നിട്ടുണ്ട്. മീറ്ററിന് നമുക്ക്, ഞാൻ ഒരിക്കലും പറയുന്നില്ല TFT അത് ഇത് ഒക്കെ വേണമെന്ന്. എനിക്ക് ആ കൂടി സ്പീഡോ മീറ്റർ എഴുതി കാണിക്കുന്ന, അല്ലെങ്കിൽ RPM മീറ്ററൊക്കെ വന്നിരുന്നെങ്കിൽ കൊള്ളാം. പക്ഷേ റോയൽ എൻഫീൽഡ് അങ്ങനെ RPM മീറ്റർ തരത്തില്ല. നമുക്ക് അതിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. സ്റ്റിൽ ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് ആയാലും മീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നതായാലും എല്ലാം ഒരു അത്യാവശ്യം നല്ല ലുക്കായിട്ടൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ചിലവർ ഈ മീറ്ററൊക്കെ എടുത്ത് താഴെ വയ്ക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത, പിന്നെ എന്തിനാ മീറ്റർ താഴെ നോക്കാന്ന്. സ്റ്റിൽ അതൊക്കെ ലുക്കൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ ബാർ ആയാലും ഇതിൻ്റെ കംഫർട്ട് ആയാലും അത്യാവശ്യം കംഫർട്ടൊക്കെ തരുന്നുണ്ട്. നോർമൽ രീതിയിൽ നമുക്കൊരു സിറ്റി ബൈക്കായിട്ട് എന്തായാലും ആപ്റ്റായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. അതായത് സിറ്റിയിൽ പോകുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്ലിക്ക് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നതെന്ന് പറയാൻ കുറേ ലേഡി റൈഡേഴ്സ് 100 എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഡിസൈനാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. മെയിൻ കാരണം വേറെ ഒന്നുമില്ല, ഇതൊരു ഷോർട്ട് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ വലിയൊരു ഹെവി സൈഡിലല്ല, അതായത് ഹെവിനെസ് ഫീൽ ചെയ്യുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്ന് പോകുമ്പോൾ ജസ്റ്റ് കയ്യിലൊന്ന് വണ്ടി പോകുന്നതല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ നമുക്ക് പിടിച്ചെടുക്കാനാണെങ്കിൽ ഈ ഗ്രാബ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് തോന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു സ്ലൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കയറ്റത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അപ്പോൾ ഒരുവിധം പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. വയറിംഗ് ഹാർനസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വീടും, ഒന്നും പ്രൊജക്റ്റഡ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. ഭയങ്കര നമുക്ക് പെട്ടെന്ന് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് നോർമലി ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അതായത് നമ്മുടെ പുതിയ ഹിമാലയൻ 450 കുറേ വയേഴ്സൊക്കെ കിടപ്പുണ്ട്. അതുപോലെയൊന്നുമില്ല, കറക്റ്റ് എല്ലാം മാനേജ് ചെയ്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഞാൻ അത്യാവശ്യം ഓടിച്ചു. പിന്നെ ഇതുപോലത്തെ കുറേ സ്ഥലത്തൂടിയൊക്കെ ഞാൻ ഓടിച്ചു. എനിക്ക് ഹീറ്റിംഗ് വലിയതായിട്ട് ഫീൽ ആയില്ല. കാരണം ഇത് ഞാൻ കമ്പയർ ചെയ്യുന്നത് CB350 RSുമായിട്ടാണ്. CB350 RS ആയിരുന്നെങ്കിൽ അത്യാവശ്യം നമ്മളിങ്ങനെ വണ്ടി കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ കാലിൽ ചൂടടിക്കുന്ന ടൈപ്പ് ഒരു എഞ്ചിനാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് എനിക്ക് ഇതുവരെ ഫീൽ ആയിട്ടില്ല. അത്യാവശ്യം ഞാൻ സിറ്റിയിലും ഓടിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല ട്രാഫിക്കിലും ഓടിച്ചായിരുന്നു, ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. സോ ഹീറ്റിംഗ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സും നെഗറ്റീവ് പോയിൻറ്റ്സും നമുക്ക് പറയാം. ആദ്യം തന്നെ ഇത് മോസ്റ്റ് അഫോർഡബിൾ ആണ്. നമുക്ക് റോയൽ എൻഫീൽഡിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വീണ്ടും അഫോർഡബിൾ ആണ്. 170 സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ അതെടുക്കാൻ പറയുന്നില്ല, കുറച്ചും കൂടി പ്രൈസ് ഇട്ട് അതിൻ്റെ ഹയർ മോഡൽ എടുക്കാനേ പറയും. 3 മോഡൽസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് മോഡൽ എടുത്താലും കുഴപ്പമില്ലായിരിക്കും. കാരണം അതിനെന്ന് പറയുമ്പോൾ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്, സിംഗിൾ ചാനൽ ABS ആണ്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡ്യുവൽ ചാനൽ എടുത്തില്ലെങ്കിൽ കുറച്ച് ഷോക്കാണ്. കാരണം ബിഗിനറിന് എന്തായാലും ABS ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അലോയ് വേരിയൻ്റ് തന്നെയാണ് എടുക്കാൻ പറയുന്നത്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, ഇത്രയും സ്പെക്ക് വരുന്നുണ്ട്, മീൻസ് ഒരു 350cc എഞ്ചിൻ വരുന്നുണ്ട്, ടോർക്കുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സിൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാം അത്യാവശ്യം നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാമായിട്ട് വരുന്നൊരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാം. നമുക്കിതിൻ്റെ നെഗറ്റീവ് പറഞ്ഞ് കളയാൻ പറ്റാത്തൊരു ടൈപ്പ് പാക്കേജാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഡിസൈൻ വൈസ് ആയാലും ലുക്കായാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല.
വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട്. വൈബ്രേഷൻസ് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ മാത്രമേ നമുക്ക് വൈബ്രേഷൻസ് വരും. അല്ലാണ്ടാണെങ്കിൽ ഇതൊരു ടോട്ടൽ പാക്കേജായിട്ട് വരുന്ന ഒരു വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്തു. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ബൈ.